ഒരു ആരോപണം മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണോ ഹയർ സെക്കൻഡറിയിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ എല്ലാവരും വരണ്ടവരെല്ലാം ചർച്ച നടത്തണം എന്ന് ഇന്നലെ മന്ത്രി പറഞ്ഞു? അല്ല, പിന്നെ നമ്മുടെ SLCക്കും അങ്ങനെ തന്നെയായിരുന്നു. ഹയർ സെക്കൻഡറി കുറച്ചുകൂടെ നമുക്ക് വിപുലീകരിക്കാം, അതല്ലേ നല്ലത്. ഇന്നലെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മിനിസ്റ്റർ പറഞ്ഞല്ലോ, അതായത് ഇത് കഴിഞ്ഞിട്ടല്ല പിന്നെ പരാതിയായിട്ട് വരേണ്ടത്, എല്ലാവർക്കും. അപ്പൊ അതിനൊരു പ്ലാറ്റ്ഫോം എങ്ങനെയായിരിക്കും? അത് ടൈം ടേബിൾ തയ്യാറാക്കുന്നുണ്ട് നമ്മൾ. അതിപ്പോൾ എല്ലാ ജില്ലകളിലും താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാൻ വേണ്ടി ടൈം ടേബിൾ തയ്യാറാക്കുന്നു. അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളുണ്ട് വെച്ചുകൊണ്ട് കരിക്കുലം കമ്മിറ്റി കാര്യങ്ങൾ തീരുമാനിക്കും. ഈ തുറന്ന നിലപാടെന്ന് പറഞ്ഞപ്പോൾ അത് ഇതിൽ മാത്രമായിരുന്നില്ല, ഈ സെൻസർ ബോർഡ് വിഷയത്തിനകത്തും എൻ്റെ പേര് ശിവൻകുട്ടി, അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ഇങ്ങനെ ഒരു ഗോൾ അടിക്കാൻ ഒരു ടീം തന്നെ മിനിസ്റ്ററുണ്ടോ? ഇല്ല, എനിക്കങ്ങനെയൊന്നുമില്ല. നമുക്കങ്ങനെ അല്ല, ഭയങ്കര വൈറലായി ആ പോസ്റ്റ്. നമുക്കൊരു പ്രസ് സെക്രട്ടറി ഉണ്ട്, അതിനപ്പുറമുള്ള ഒരു സാധാരണഗതിയിൽ ഉള്ള പോലെ ലക്ഷങ്ങൾ മുടക്കിയുള്ള ടീമൊന്നുമില്ല. ഒക്കെ നമ്മളും അവരൊക്കെ എഴുതി വിടുന്ന കാര്യങ്ങളാണ്. ഒരു അല്പം പരിഹാസമൊക്കെ ചേർത്ത്, ഒരു സർക്കാസം ചേർത്തുകൊണ്ട് നമുക്കത് എപ്പോഴും ഗൗരവമായിട്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. തമാശക്കിടയ്ക്ക് വരുന്നത് നല്ലതാണ്. തമാശയും ചിരിയും ഒക്കെ വരുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സൗഹാർദ്ദത്തിനും നല്ലതാണല്ലോ. മിനിസ്റ്റർ പക്ഷെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലുമാണ്. ഇല്ല, ഞാൻ അത് വെറുതെ ആൾക്കാർ പറഞ്ഞു വരുത്തുന്നതാണ്.